ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെക്കേഷനൊക്കെ ആണ്, നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും 8ാം ക്ലാസ്സിൽ ഇത്രയും കൂടുതൽ തോൽവി ഉണ്ടാവാനുള്ള കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ച ഒരുപാട് കുട്ടികൾ ഈ തോറ്റ കുട്ടികളിലുണ്ടാവും അല്ലേ? എന്നെ തന്നെ അറിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എക്സാമിൻ്റെ തലേന്ന് മാത്രം അവർ തന്നെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചിട്ടുണ്ട്, അതിന് മുമ്പൊന്നും തന്നെ ഞങ്ങൾ പുസ്തകം പോലും തൊട്ട് നോക്കിയിട്ടില്ല, അത്രയും കാലം ഒന്നും നോക്കാണ്ട് എക്സാമിൻ്റെ തലേന്ന് മാത്രം നോക്കി ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റായി പോയി മാഷേ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റാതിരിക്കട്ടെ, അതുകൊണ്ട് സൈൽ അവതരിപ്പിക്കുന്നു നിഞ്ച ബാച്ച്. മക്കളെ, നിഞ്ച ബാച്ചിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ഒരധ്യയന വർഷം മുഴുവൻ ഞങ്ങളുടേതായിട്ടൊരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പഠനമുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. ഈ ഡെയിലി ലൈവ് ക്ലാസ്സുകളുടെ പുറമെ തന്നെ ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഫസ്റ്റ് ടേം ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു 4 ചാപ്റ്റർ കഴിയുകയാണെങ്കിൽ ആ 4 ചാപ്റ്ററിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഓണപ്പരീക്ഷയും നമ്മൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആ മിഡ് ടേം പരീക്ഷയാണെങ്കിൽ മിഡ് ടേം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആനുവൽ പരീക്ഷയ്ക്ക്, അതായത് കൃത്യമായിട്ട് ഒരു അധ്യയന വർഷം നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമ്മുടെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. മറ്റ് ഒരുപാട് ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇനിയും നിങ്ങൾ വൈകരുത്. വൈകിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ആ 2 ലക്ഷത്തിൽ പെടുന്ന 2 ലക്ഷം കുട്ടികളിൽ പെടുന്ന ഒരാൾ ഇനിയും നിങ്ങളാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ പൊന്നുമക്കളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം വൈകിക്കരുത്. ഞങ്ങളൊക്കെ ആ ബാച്ചിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബാച്ചിൽ കാണാം.